എവിടെയാണ് ഈ ബാബിലോൺ എന്ന് പറയുന്ന Where is രാജ്യം? this Babylon? ഒരു യാഥാർത്ഥ്യം പറയാം. I am telling you a truth. അക്ഷരികമായ ബാബിലോൺ ഇന്ന് ഇല്ല. Little Babylon is no more. ഒരു കാലത്ത് അക്ഷരികമായ ബാബിലോൺ ഉണ്ടായിരുന്നു. Once there was a little Babylon. ദൈവത്തിന്റെ ന്യായവിധിയിൽ അത് തകർന്നു പോയി. In the judgment of God it has been shaken. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം In the book of Isaiah, 13-ാം അധ്യായത്തിന്റെ in the 13th chapter, 19 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ from the verse 19 onwards, ബാബിലോണിന് സംഭവിക്കുന്ന ന്യായവിധിയെ കുറിച്ചോടെ concerning പറഞ്ഞിട്ടുണ്ട്. the judgments of Babylon രാജ്യങ്ങളുടെ മഹത്വവും and is the excellency of the nations കൽദയരുടെ പ്രശംസയുമായിരുന്ന and the pride of the Chaldeans അലങ്കാരവുമായിരുന്ന and their adornment, ബാബിലോണിനെ the Babylon. ദൈവം സോദോമിനെയും ഗോമോരയെയും മറിച്ചു കളഞ്ഞതുപോലെ മറിച്ചു God കളഞ്ഞു. has overthrown it as he overthrew Sodom and Gomorrah. അതിൽ ഒരു കാലത്തും Never കുടിവാർപ്പുണ്ടായിരിക്കത്തില്ല. it shall be inhabited. തലമുറയോളം മനുഷ്യവാസം No ഉണ്ടായിരിക്കത്തില്ല. human habitation from generation to generation. അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കത്തില്ല. No Arabian shall pitch his tent, ഇടയന്മാർ അവിടെ ആടുകളെ and കിടത്തത്തില്ല. the shepherds not make their fold there. മരുമൃഗങ്ങൾ അവിടെ പാർക്കും. The wild beasts shall dwell there. കുറുനരികൾക്ക് അത് It വാസമായിരിക്കും. shall be house for the foxes, ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. and doleful creatures shall dance there. മൂങ്ങകൾ അവിടെ The താമസിക്കും. owls shall dwell there. അത് നിത്യശൂന്യമായി കാണപ്പെടും. It shall be a desolate place. തമ്പുരാൻ ബാബിലോണിനെ ശപിച്ചിട്ടുണ്ട്. And God has cursed സോദോം Babylon. ഗോമോറ ഒരു കാലത്ത് പ്രഗൽഭമായ പട്ടണമായിരുന്നു. Sodom and Gomorrah was once mighty nations. ദൈവത്തിന്റെ ന്യായവിധിയിൽ അത് In the ചാവുകടലായി പോയി. judgment of God it became the Dead Sea. അതുപോലെ ബാബിലോൺ ഒരു കാലത്ത് ശക്തമായ സാമ്രാജ്യമായിരുന്നു. Babylon also was a mighty nation. ദൈവത്തിന്റെ ശാപത്താൽ അത് തകർക്കപ്പെട്ടു. By the curse of God it has been destroyed. ഇന്ന് അക്ഷരികമായ ബാബിലോൺ ഇല്ല. Little Babylon is unexistent. ഇരമ്യ 50:39 In Jeremiah 50 verse 31, അവിടെ അക്ഷരിക ബാബിലോണിന്റെ നാശത്തെ കുറിച്ച് പറയുന്നു. concerning the ruin of the natural Babylon, അതിൽ ഒരു കാലത്തും കുടിവാർപ്പുണ്ടാകയില്ല. no more human habitation will take place there. സോദോം ഗോമോറയ്ക്ക് സംഭവിച്ചതുപോലെ അതിന് സംഭവിക്കും. Just as it happened for Sodom and Gomorrah, it will happen for the ഒരു മനുഷ്യനും അതിൽ പാർക്കത്തില്ല. no human being shall dwell there. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, Naturally we will ask, എങ്കിൽ ഇവിടെ പറയുന്ന ബാബിലോൺ ഏതാണ്? what is this Babylon mentioned here? ഇവിടെ തിരുവെഴുത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ In the scriptures when we study, ഈ ബാബിലോൺ എന്ന് പറയുന്നത് ഒരു ശക്തിയാണെന്ന് this മനസ്സിലാക്കാൻ Babylon is a സാധിക്കും. power. തിരുവെഴുത്തിൽ ഈ ബാബിലോണിന് In the scriptures concerning Babylon, മറ്റൊരു പേര് കൂടെ പറഞ്ഞിട്ടുണ്ട്. another name is given. സീനാർ ദേശം എന്നാ It is the പറഞ്ഞിരിക്കുന്നത്. land of Shinar. സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, Naturally a doubt will rise. എന്തുകൊണ്ട് ദൈവം ബാബിലോണിനെ ന്യായം വിധിക്കുന്നു? Why is God judging Babylon? ദൈവത്തിന്റെ കറുത്ത കുതിരകൾ ബാബിലോണിലേക്ക് എന്തുകൊണ്ട് ഓടുന്നു? Why the black horse of God proceeding towards Babylon? അതിന് വ്യക്തമായ കാരണമുണ്ട്. There is a definite reason. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ If you have to understand it, സക്കറിയ പ്രവാചകന്റെ പുസ്തകം in the book of Zechariah, 5-ാം അധ്യായത്തിന്റെ in the 5th chapter, 5 മുതൽ 11 വരെയുള്ള ഭാഗത്തേക്ക് പോകാം. from verses 5 to verse 11, അവിടെ സക്കറിയാവ് കാണുന്ന 7ാമത്തെ ദർശനം കാണാം. the 7th vision which Zechariah is ആ viewing. 7ാമത്തെ ദർശനത്തില് In the 7th vision, ദൈവം ബാബിലോണിനെ ന്യായം വിധിക്കുന്നതിന്റെ കാരണം when God പറഞ്ഞിട്ടുണ്ട്. is judging Babylon, a reason is mentioned. ബാബിലോണിനെ ന്യായം വിധിക്കുന്നതിന്റെ കാരണം The reason to judge Babylon, യെരുശലേമിലേക്കെന്ന് മാത്രമല്ല, not only for Jerusalem, മുഴു ലോകത്തിലേക്കും അകൃത്യവും ദുഷ്ടതയും കടന്നു വന്നത് ബാബിലോണിൽ നിന്നാണ്. and toward the whole world, the uncleanness and wickedness have proceeded from Babylon. ദൈവ അന്ത്യകാലത്ത് In the last days, ബാബിലോണിൽ നിന്ന് യെരുശലേമിൽ കടന്നു വന്ന അകൃത്യത്തിൽ നിന്ന് അതിൽ നിന്ന് അതിനെ വിടുവിക്കും. God will come and deliver Babylon from its uncleanness and from its wickedness. ദൈവ യെരുശലേമിനെ ശുദ്ധീകരിക്കും. God will purify Jerusalem, അതിനുശേഷം ഈ അകൃത്യത്തെ തിരിച്ച് ബാബിലോണിലേക്ക് അയക്കും. and God will remove that uncleanness towards Babylon. അനന്തരം ദൈവം ബാബിലോണിനെ ന്യായം വിധിക്കും. Then God will judge Babylon. അതാണ് 7ാമത്തെ ദർശനത്തിൽ കാണുന്നത്. This is the 7th vision. അവിടെ സക്കറിയാവ് നോക്കിയപ്പോൾ As Zechariah is viewing, പുറപ്പെടുന്ന ഒരു ഏഫ കണ്ടു. and Ephah it was flying. ഈ ഏഫ എന്താകുന്നു? What is this Ephah? ഇത് സർവ്വദേശത്തുമുള്ള ബാബിലോണിന്റെ അകൃത്യമാകുന്നു. This is the iniquity of Babylon towards the whole earth. അവൻ നോക്കിയപ്പോൾ ഏഫയ്ക്കകത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നു. And inside the Ephah a woman. ഈ സ്ത്രീ എന്തിനെ കാണിക്കുന്നു? What does this woman signify? അത് ബാബിലോണിന്റെ ദുഷ്ടതയെ വെളിപ്പെടുത്തി It is the കാണിക്കുന്നു. wickedness of Babylon. ബാബിലോണിൽ നിന്നും ഈ അകൃത്യവും ദുഷ്ടതയും യെരുശലേമിൽ കടന്നു വന്നു. This uncleanness and wickedness from Babylon, it came to Jerusalem. സക്കറിയാവ് നോക്കിയപ്പോൾ As Zechariah was viewing, വട്ടത്തിലുള്ള ഒരു ഈയപ്പലക ഉണ്ട്. and there was something of lead, ആ ഏഫയെ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. and it was the Ephah was closed, ദൈവത്തിന്റെ കൃപയാലെ അകൃത്യത്തെ മൂടുന്നു. and by the grace of God the iniquity was covered. പിന്നീട് അവൻ നോക്കിയപ്പോൾ And as he was viewing, 2 സ്ത്രീകൾ പുറത്തേക്ക് വരുന്നു. 2 women came forth. അവർക്ക് 2 ചിറകുകൾ They ഉണ്ടായി. had 2 wings. മലയാളം ബൈബിളില് In the Malayalam Bible, അവർക്ക് പെരിഞ്ഞാറയുടെ ചിറകെന്നാ it is പറഞ്ഞിരിക്കുന്നത്. mentioned they had the wings of a pelican. മൂലഭാഷയിൽ കൊക്കിന്റെ ചിറകുകൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. In the original tongue, the wings of a stork. എബ്രായ ഭാഷയില് In the Hebrew ഈ tongue, കൊക്ക എന്ന പദം വരുന്ന വാക്കിന് കൃപ എന്നും ഒരർത്ഥം കൂടെ ഉണ്ട്. the terminology from the word where crane came, it also has a word for grace. ആകയാൽ ഈ അർത്ഥം ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, When we come for what does this mean? ദൈവം തന്റെ കൃപ
കൃപയാൽ by the grace of God, ബാബിലോണിൽ നിന്ന് യെരൂശലേമിൽ കുടിയേറിയ അകൃത്യത്തെയും ദുഷ്ടതയെയും the iniquity and the wickedness that was transferred from Babylon to Jerusalem, ദൈവം അവിടെ നിന്ന് നീക്കി. God has removed it from there. ദൈവം യെരൂശലേമിനെ ശുദ്ധീകരിച്ച് God has purified Jerusalem. ആ ദുഷ്ടത അകൃത്യത്തെയും ബാബിലോണിലേക്ക് അയക്കുന്നു. The iniquity and wickedness has been transferred to Babylon. സക്കറിയാവ് നോക്കിയപ്പോൾ As Zechariah was viewing, രണ്ട് സ്ത്രീകൾ ഈ ഏഫ എടുത്തുകൊണ്ട് ആകാശത്തിന് ഭൂമിക്ക് മധ്യേ പോകുന്നു. two women carrying this ephah, they were flying in midst of heaven and earth. അതിനെ എവിടേക്ക് കൊണ്ടുപോകുന്നത് Where are ചോദിച്ചപ്പോൾ they carrying? അതിനെ ശീനാർ ദേശത്തേക്ക് They are കൊണ്ടുപോകും. carrying to the land of Shinar. അവരൊരു വീട് അവിടെ ഉണ്ടാക്കി അവിടെ തന്നെ പാർപ്പിക്കും. And a house was made and it was made to dwell ഈ there. ശീനാർ ദേശം ബാബിലോണാകുന്നു. This land of Shinar is Babylon. ബാബിലോണിൽ നിന്ന് വന്ന ദുഷ്ടതയെ ബാബിലോണിലേക്ക് പറഞ്ഞയക്കും. The wickedness that came from Babylon has been transferred to Babylon. ദൈവം തന്റെ കൃപയാൽ യെരൂശലേമിനെ ശുദ്ധീകരിക്കും. By the grace of God, Jerusalem has been purged. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട Oh ദൈവമക്കളേ, dear people of God listening to me, ബാബിലോണിന്റെ ദുഷ്ടത അകൃത്യവും മുഴു ലോകത്തിലും വ്യാപരിച്ചിട്ടുണ്ട്. the wickedness and iniquity of Babylon has been transferred to the whole world. ആകയാൽ ദൈവം തമ്പുരാൻ അതിനെ ന്യായം വിധിക്കും. Therefore God will judge it. എന്താണ് ബാബിലോണിന്റെ ദുഷ്ടത അകൃത്യവും? What is the wickedness and iniquity of Babylon? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ To make it understand, വെളിപ്പാട് പുസ്തകം 17-18 അധ്യായങ്ങളിലേക്ക് പോകണം. in the chapter 17 and 18 of the book of Revelation, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ in chapter 17 of the book of Revelation, ആത്മീക മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ബാബിലോണിന്റെ അശുദ്ധിയെ കുറിച്ചും in the spiritual wickedness in high places, 18-ാം അധ്യായത്തില് in chapter 18, വാണിജ്യ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ബാബിലോണിന്റെ അശുദ്ധിയെ കുറിച്ചും കാണുവാൻ and the സാധിക്കുന്നുണ്ട്. iniquity of Babylon in the business world. ദൈവം തമ്പുരാൻ ഇതിലെ രണ്ടിലെയും ന്യായം വിധിക്കും. God is going to judge these two things. ആത്മീക മണ്ഡലത്തിൽ ബാബിലോണിന്റെ അശുദ്ധി വ്യാപരിക്കുന്നുണ്ട്. The iniquity of Babylon in the spiritual world. ഈ ബാബിലോണിന്റെ അശുദ്ധിക്ക് The iniquity of Babylon. മഹദിയാം ബാബിലോൺ എന്നാണ് തിരുവെടുത്ത് He is പറഞ്ഞിരിക്കുന്നത്. written Babylon the Great. മഹദിയാം ബാബിലോൺ. Babylon the Great. വെളിപ്പാട് പുസ്തകം 14-8 വാക്യത്തിലേക്ക് In വരുമ്പോൾ Revelation chapter 14 verse 8, അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. we read it so. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഉറക്ക പറയുന്നത് കേട്ടു. An angel cried with a loud voice, തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം the wine of the wrath of her fornication. സകല മനുഷ്യരെയും കുടിപ്പിക്കുന്ന And every man was made to drink. മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന് പറയും. Babylon the Great is fallen. വെളിപ്പാട് 18:4 വരുമ്പോൾ Revelation 18:4, മറ്റൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേട്ടു. from heaven he heard another voice. അതിങ്ങനെ വിളിച്ചു പറയുകയാണ് He was ചെയ്യുന്നത്. proclaiming like this, എന്റെ ജനമായുള്ളവരെ, oh my people, അവളുടെ പാപങ്ങളിൽ be കൂട്ടാളികളാകാതെയും not partakers of her sins, അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും receive not of her plagues, ഇരിക്കുവാൻ അവളെ വിട്ട് പോരുവാൻ പറഞ്ഞിരിക്കുന്നു. come out of her. ആകയാൽ തമ്പുരാൻ ബാബിലോണിനെ ന്യായം വിധിക്കും. Therefore our Lord will judge Babylon. സ്വാഭാവികമായിട്ടും ചോദിക്കും, Naturally we will ask, എന്താണ് ക്രിസ്തീയ ഗോളത്തിൽ കടന്നിരിക്കുന്ന ബാബിലോണിന്റെ what is ശക്തി? this Babylonian powers in the Christian world? അതാണ് മഹദിയാം ബാബിലോൺ. This is Babylon the Great. എന്താണ് മഹദിയാം ബാബിലോൺ? What is Babylon the Great? അത് വീണുപോയ ക്രിസ്തീയ സഭ. This is the fallen Christian church. എന്താണ് വീണുപോയ ക്രിസ്തീയ സഭ? What is the fallen church? പ്രമാണത്തിൽ നിന്ന് വീണുപോയ ക്രിസ്തീയ The സഭ. church fallen from the truth. ദൈവകൃപയിൽ നിന്ന് വീണുപോയ The ക്രിസ്തീയ church സഭ. fallen from grace. അടിസ്ഥാന ഉപദേശങ്ങളിൽ നിന്ന് വീണുപോയ The ക്രിസ്തീയ church സഭ. fallen from fundamental doctrines. അതാണ് മഹദിയാം ബാബിലോൺ എന്ന് This പറയുന്നത്. is Babylon the Great. എന്താണ് ദൈവത്തിന്റെ സഭയും വീണുപോയ സഭയും തമ്മിലുള്ള What വ്യത്യാസം? is the difference between the church of God and the fallen church? ക്രിസ്തുവിന്റെ സഭ The church of Christ, യേശു ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നു. it is coming to receive Jesus Christ. എന്നാൽ മഹദിയാം ബാബിലോൺ, But this Babylon the Great, കൃപയിൽ നിന്ന് വീണുപോയ ക്രിസ്തീയ വിഭാഗങ്ങൾ, the Christian denominations fallen from grace, പ്രമാണത്തിൽ നിന്ന് വീണുപോയ ക്രിസ്തീയ fallen വിഭാഗങ്ങൾ, from the truth, basic principles. അവർ എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ വേണ്ടി They are waiting to receive the Antichrist, അവന്റെ മണവാട്ടിയാകാൻ to കാത്തിരിക്കുകയാണ്. be the bride of Antichrist. അകൽ ഇന്ന് രാത്രിക്കാലം ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. Therefore, I understand the truth this night. ക്രിസ്തുവിന്റെ മണവാട്ടിയെ തീരുവാൻ ആഗ്രഹിക്കുന്നു, If you do decide to be the bride of Christ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയെ തീരുവാൻ ആഗ്രഹിക്കുന്നു. or the bride of Antichrist, ക്രിസ്തുവിന്റെ മണവാട്ടി സത്യസഭ, the bride of Christ is a true church. എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി മഹദിയാം ബാബിലോൺ. The bride of Antichrist is Babylon. വീണുപോയ ക്രിസ്തീയ സമൂഹങ്ങളിൽ ബാബിലോണിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. The fallen powers, already the powers of Babylon are spreading there. ഏതൊക്കെയാണ് ആ ബാബിലോണിന്റെ ശക്തി? What are the powers of Babylon? പലരും ഞങ്ങളോട് ഇപ്രകാരം ചോദിക്കാറുണ്ട്, And several people ask us like this, പെന്തക്കോസ്തുകാരായ നിങ്ങള് we Pentecostals, ക്രിസ്ത്യാനികളല്ലേ, are we not Christians? എന്നിട്ട് എന്തുകൊണ്ട് യേശുദേവന്റെ തിരുപ്പിറവി നിങ്ങൾ Why ആഘോഷിക്കുന്നില്ല? are you not celebrating the birth of the Lord? ലോകത്തിൽ അനേക ക്രിസ്ത്യാനികളും ക്രിസ്മസ് So ആഘോഷിക്കുമ്പോൾ many Christians, they are celebrating Christmas. പെന്തക്കോസ്തുകാരെ നിങ്ങൾ എന്തുകൊണ്ട് ക്രിസ്മസ് You ആഘോഷിക്കുന്നു? Pentecostals, why are you not celebrating Christmas? അതിന് വ്യക്തമായ കാരണമുണ്ട്. There is a definite reason. രണ്ട് കാരണങ്ങളുണ്ട്. Two reasons are അതിൽ there. ഒന്നാമത്തെ കാരണം, The first reason, ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തോലിക സഭയുടെ ചരിത്രത്തിലെങ്ങും in the first century, in the history of
the church. യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിച്ചതായി കാണുന്നില്ല. Never is it mentioned concerning celebration of the birth of Christ. പൗലോസോ പത്രോസോ യോഹന്നാനും അത് ആഘോഷിച്ചിട്ടില്ല. Peter or John or James, they did not celebrate. ഇത് ആഘോഷിക്കാത്തതിന്റെ രണ്ടാമത്തെ കാരണം, The second reason, ലോകത്തിലെ ക്രിസ്തീയ വിഭാഗങ്ങൾ all the denominations in this world, യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത്, centuries before they celebrated Christmas, ബാബിലോണുകാർ ഇത് the ആഘോഷിക്കുന്നുണ്ടായിരുന്നു. Babylonians had this festival. ബാബിലോണിന്റെ ദേവനായ സൂര്യദേവന്റെ ജനന ദിവസമാണ് ഡിസംബർ 25. December 25 is the birth of the sun god of Babylon. അതവർക്ക് തിരുപ്പിറവി ദിവസമാണ്. It was a festival for them. ക്രിസ്ത്യാനിത്വം മാർഗത്തിൽ നിന്ന് മതത്തിലേക്ക് മാറിയപ്പോൾ, When Christianity was changed from a way to the religion, ഉപദേശം നഷ്ടപ്പെട്ട് സഭ ദുഷിച്ചപ്പോൾ, when doctrine was lost and the church was defiled, ബാബിലോണിന്റെ ശക്തി ക്രിസ്തീയ സഭാഹുവാങ്ങളിലേക്ക് the കടന്നു powers of Babylon penetrated into the church. ബാബിലോണിന്റെ സൂര്യദേവന്റെ ജനനത്തിരുന്നാള്, The sun god, that birth of that sun god, നീതി സൂര്യനെ ക്രിസ്തുവിന്റെ തിരുനാളായിട്ട് ഏറ്റെടുത്ത് ക്രിസ്ത്യാനികൾ ആചരിക്കാൻ and തുടങ്ങി. Christians also started the son of righteousness. We will celebrate at his birthday. അല്ലാതെ ഇതുമായിട്ട് തിരുവെടുത്തുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. Other than that, from the scriptures, it has no basis. ആകയാൽ ഈ ആചാരത്തിന്റെ ഉത്ഭവം ബാബിലോണില്ല. This is the origin of this അത് Christmas. മാത്രവുമല്ല, Not only this, തിരുവെടുത്ത് വ്യക്തമായി പഠിച്ചാൽ the scriptures, when we understand, യേശുദേവൻ ഒരിക്കലും ഡിസംബറിലല്ല ജനിച്ചിട്ടുള്ളത്. Jesus was never born on December. മർത്തോമാ സഭയുടെ കാലം ചെയ്തൊരു വലിയ തിരുമേനി ഉണ്ടായിരുന്നു, A great metropolitan of the Marthoma church, യൂഹാന മാർത്തോമ മെത്രാപ്പോലിത്ത. Johannon Marthoma. അദ്ദേഹം തന്റെ ഒരു പുസ്തകത്തിൽ എഴുതി, He wrote in a book വേദപുസ്തക സത്യങ്ങൾ ചരിത്ര വെളിച്ചത്തിൽ. the truths of the Bible in the light of the history. യൂഹാന മാർത്തോമ പുസ്തകത്തിൽ എഴുതിയത്, Johann Marthoma in the book, യേശുദേവൻ ഒരിക്കലും ഒരു ശൈത്യകാലത്തിലല്ല ജനിച്ചത്. Jesus was never born in winter. കാരണം എന്തെന്ന് വെച്ചാൽ, What is the reason? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, In the Gospel according to St. Luke, ആ നാട്ടിടയന്മാർ ആടുകൾക്ക് കാവൽ കാത്തുകൊണ്ട് വെളിയിൽ പാർത്തു. the shepherds, they were watching their flock by night. പാലസ്തീനിലെ മഞ്ഞു കാലഘട്ടത്തില് In the winter atmosphere of Palestine, ഒരിക്കലും ഇടയന്മാർ വെളിയിൽ പാർക്കത്തില്ല. never will the shepherds be in the night outside. ആടുകളെ വെളിയിൽ പാർപ്പിക്കത്തില്ല. They will never harbor their sheep അവർ outside. ഏതെങ്കിലും ഗുഹയ്ക്കകത്ത് പോയി They താമസിക്കും. will hide it in some caves. ഇത് സുഗമമായിട്ട് ആടുകളെ വെളിയിൽ പാർപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യേശു ജനിച്ചത്. Jesus was born when they were mending the flocks by night in the outside. ആകയാൽ എന്റെ ദൈവമക്കളെ വഞ്ചിക്കപ്പെട്ടു പോകരുത്. Oh my dear people of God, do not be deceived. അവരുടെ പാപങ്ങളിൽ കൂട്ടാളികളാകരുത്. Do not be partaker of her sins. അവരുടെ ബാധകളിൽ Do ഓഹരിക്കാരാവാതിരിപ്പാൻ not be partaker of her plagues. അവളെ വിട്ടു പോരുവീൻ. Come out of അത് her. മാത്രമല്ല, Not only this, വീണ്ടും ചോദിക്കാറുണ്ട്, again they ask, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മരിച്ചല്ലോ, our Lord Jesus Christ, he died. മരിച്ചതിന്റെ ഓർമ്മ നിങ്ങൾ എന്തുകൊണ്ട് പുതുക്കുന്നില്ലെന്ന്. Why you do not celebrate the death? പ്രാരംഭമായിട്ട് പറയട്ടെ, First of all, I like to remind, ഈസ്റ്റർ എന്ന വാക്കുപോലും ക്രിസ്തീയമല്ല. even Easter, the terminology is not ആ Christian. വാക്ക് എവിടെ നിന്ന് വന്നെന്ന് ചിന്തിക്കണം. From where did this word originate? ബാബിലോണിയരുടെ ദേവതയായിരുന്നു ഈസ്റ്ററസ്. The goddess of Babylon, Ishtar. ആ ഇഷ്ടാർ ദേവിയുടെ പുത്രനായിരുന്നു തമ്മൂസ്. That Tammuz was the son of that goddess. തമ്മൂസ് മരിച്ചുപോയി പോലും. That Tammuz died. തമ്മൂസിനെ ഉയർപ്പിക്കാൻ വേണ്ടി To resurrect that died Tammuz, ഇഷ്ടാർ ദേവി പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. Ishtar, that goddess, she descended into the dead. അവിടെ ചെന്നിട്ട് ഇഷ്ടാർ ദേവി ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. And she made that Tammuz to rise out of the അത് grave. ബാബിലോണിയരുടെ വലിയ ഉത്സവമാണ്. It is a great festival of the അതാണ് അവിടെ Babylonians. ഈസ്റ്റർ എന്ന് This പറഞ്ഞിരിക്കുന്നത്. is known as the Easter. പിന്നീട് ക്രിസ്തുമാർഗം ദുഷിച്ചപ്പോൾ When the Christianity was defiled, യേശുദേവനെ ഉയർപ്പിച്ചതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി to remembrance that where Christ was made to അത് rise, ക്രിസ്ത്യാനികൾ ഒരു പെരുന്നാളായിട്ട് ആഘോഷിച്ചു. Christians celebrated it as a festival. തിരുവെടുത്തുമായിട്ട് ഇതിന് യാതൊരു It ബന്ധവുമില്ല. has no connection with the scriptures. ഇതിന്റെ ഉത്ഭവം ബാബിലോണിൽ നിന്നാ. The origin is from Babylon. അതുകൊണ്ടാ തിരുവെടുത്ത് പറയുന്നത്, That is why in the scriptures അവളെ വിട്ട് പോരാൻ പറഞ്ഞിരിക്കുന്നു. it is mentioned, come out of her. ക്രിസ്തീയ ഗോളത്തിൽ നിൽക്കുന്ന മറ്റൊരു ബാബിലോണിന് ശക്തിയുണ്ട്. Another power of Babylon in the Christian world. മരിച്ചുപോയ മൃതന്മാരുടെ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകളൊക്കെ The നമസ്കരിക്കുക. remnants of the people, saints who have died. തിരുവെടുത്തിലുടനീളം നമ്മൾ പഠിച്ചാൽ All throughout the scriptures when we study, പത്രോസിന്റെയോ പൗലോസിന്റെ തിരുശേഷിപ്പ് ആരും no നമസ്കരിച്ചിട്ടില്ല. one worshipped the remains, mortal remains of Peter or Paul. യോഹന്നാന്റെയും നമസ്കരിച്ചിട്ടില്ല. Neither of St. John. പിന്നെ ഈ ആചാരം എവിടെ നിന്ന് വന്നു? Then how did this culture come? ബാബിലോണിയുടെ ദേവനായിരുന്നു നിമ്രോദ്. The Nimrod was a god of Babylon. നിമ്രോദിന്റെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് ബാബിലോണിയർ ദിവ്യ പദവി കൊടുക്കുന്നുണ്ട്. The remnants of, they used to have some accord to that body. അവരതിനെ വണങ്ങുകയും നമസ്കരിക്കുകയും They used to ചെയ്യുന്നു. bow down and worship that mortal remains. അതിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് വന്നൊരു ദുരാചാരമാണ് ഈ It തിരുസ്വരൂപ is a വണക്കം. false practice that came to Christianity. ആകെ ഇതിന്റെയൊക്കെ ഉത്ഭവം ബാബിലോണിലാണ്. All the origins are in Babylon. തമ്പുരാൻ ന്യായം വിധിക്കും. Our Lord will judge. എന്റെ ജനമായുള്ളവരെ അവിടെ പാപങ്ങളിൽ ഓഹരിക്കാരായി Oh, തീരരുത്. my people, be not partaker of our sins.
ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ബാബിലോണിന്റെ ശക്തി In the വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. Christian world, the powers of Babylon are dominating. എന്താണ് ബാബിലോണിന്റെ ശക്തി എന്ന് What പറയുന്നത്? is the power of Babylon? വെളിപ്പാട് പുസ്തകം 17:5 വരുമ്പോൾ In Revelation 17:5, അവളെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. it is mentioned concerning her. മർമ്മം മഹതിയാം ബാബിലോൺ, Mystery, Babylon the Great, അവൾ മ്ലേച്ഛതകളുടെയും വേശ്യമാരുടെയും മാതാവ്. the mother of harlots and abominations of the earth. എന്താണ് ഈ വീണുപോയ ക്രിസ്തീയ സമൂഹങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? What is this church that has been fallen അവൾ down? മ്ലേച്ഛതകളുടെ മാതാവ്. She is the mother of abominations. ക്രിസ്തീയ ഗോളത്തിൽ കാണുന്ന സകല മ്ലേച്ഛതകളുടെ അമ്മയാണവൾ. All the abominations of the Christian world, Babylon is the mother. അവൾ മാതാവാണെന്ന് പറഞ്ഞിരിക്കുന്നു. It is mentioned she is the mother. എന്നാൽ ക്രിസ്തീയ സഭയെ കുറിച്ച് പറയുമ്പോൾ But concerning the Christian church, ക്രിസ്തുവിന്റെ മണവാട്ടി ഒരിക്കലും മാതാവല്ല. the bride of Christ is never a mother. അവൾ ഒരു നിർമ്മല കന്യകയാണ്. She is a pure virgin. 2 കൊരിന്ത്യർ 11:2 2 Corinthians അവിടെ 11:2, ക്രിസ്തുവിന്റെ സഭയെ കുറിച്ച് പറയുന്നു. concerning the church of ഞാൻ Christ, നിങ്ങളെ ക്രിസ്തുവെന്ന ഏക പുരുഷന് I have espoused unto you a single man. നിർമ്മല കന്യക ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. I have espoused you as a bride unto that man. ക്രിസ്തുവിന്റെ മണവാട്ടി നിർമ്മല The കന്യകയാണ്. bride of Christ is a virgin. അവളെ ഒരു നിർമ്മല കന്യകയാക്കി തീർക്കുവാൻ To make her an undefiled virgin. എഫെസ് ലേഖനം 5:20 In വരുമ്പോൾ Ephesians 5:20, when we come, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എന്ത് ചെയ്തുവെന്ന് അവിടെ what did പറഞ്ഞിട്ടുണ്ട്. our Lord Jesus Christ do? വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കണം. She has been purified by the word, കറ ചുളുക്കമില്ലാതെ without spot or wrinkle or blemish, ശുദ്ധയും നിഷ്കളങ്കയുമായി so that she might be blameless, so ക്രിസ്തുവിന്റെ സഭയെ അവളുടെ മുമ്പാകെ നിർത്തുവാൻ വേണ്ടി that she might be presented before Christ as the bride. ക്രിസ്തു സ്വയം അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. Christ gave himself for her. സ്വന്തം ജീവനെ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു Christ കൊടുത്തു. gave his own life for her. കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ സ്വന്തം ജീവനെ ഏൽപ്പിച്ചു കൊടുത്ത് സമ്പാദിച്ചതാ സഭ. Christ gave his own blood on Calvary and purchased the church. വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കപ്പെട്ടതാ She ദൈവത്തിന്റെ has സഭ. been purified by the sprinkling of water. അത് ക്രിസ്തുവിന്റെ മണവാട്ടിയാ. This is the bride of Christ. അത് നിർമ്മല കന്യകയാ. She is a defiled virgin. ആകയാൽ ദൈവത്തിന്റെ സഭ വിശുദ്ധമാകുന്നു. The bride of Christ, church of Christ is holy. 1 പത്രോസ് 1:16 1 Peter 1:16. അവിടെ സർവശക്തനായ ദൈവം ഇങ്ങനെ പറയുന്നു, The Almighty God is saying, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. be holy as I am holy. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം According to the holiness that he has called you. സകല നടപ്പിലും Be വിശുദ്ധരായിരിക്കും. holy in all manner of conversation. ക്രിസ്തുവിന്റെ മണവാട്ടി The വിശുദ്ധയാകുന്നു. bride of Christ is holy. അവൾ നിർമ്മല കന്യകയാകുന്നു. She is an undefiled virgin. എന്താണ് നിർമ്മല കന്യക എന്ന് വെച്ചാൽ What does അർത്ഥം? this pure virgin signify? അവളുടെ ഹൃദയം ഒരാൾക്കേ കൊടുത്തിട്ടുള്ളൂ. She has given her heart only to one. ആർക്കാണ് ആ ഹൃദയം To കൊടുത്തിരിക്കുന്നത്? whom has she given her heart? യൂദയുടെ പുസ്തകം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Jude 1. അവൾ യേശുക്രിസ്തുവിനെ മാത്രം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് She is വായിക്കുന്നു. preserved only by Jesus Christ. യേശുക്രിസ്തുവിന് വേണ്ടി മാത്രം സൂക്ഷിക്കപ്പെട്ടവളാ സഭ. Only preserved by Jesus Christ. This is the church. എന്നാൽ ബാബിലോണിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. But when we come to Babylon, വീടുപോയ ക്രിസ്തീയ സമൂഹങ്ങളെ കുറിച്ച് പറയുന്നത് when we come to the fallen Christian denominations, അവൾ ക്രിസ്തീയ ലോകത്തിൽ കാണപ്പെടുന്ന മ്ലേച്ഛതകളുടെ this is അമ്മയാകുന്നു. the mother of the abominations in the Christian world. എന്താണ് ക്രിസ്തീയ ഗോളത്തിൽ കാണുന്ന മ്ലേച്ഛതകൾ? What are the abominations in the Christian world? 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വെളിപ്പാട് പുസ്തകം In Revelation 17:4, അവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 things are clearly ആ mentioned. വാക്യം ഒന്ന് വായിച്ചാൽ Shall we read? ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രക്തവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മതി. ഇവിടെ നമുക്ക് ഈ മഹദിയാം ബാബിലോണിലെ 3 മ്ലേച്ഛതകളെ കാണാം. 3 abominations of this Babylon the Great. ഒന്ന് വസ്ത്രധാരണത്തിലെ അശുദ്ധി, First, in her apparel. 2 അലങ്കാരത്തിലെ അശുദ്ധി, Second, in her adorning. 3 ആരാധനയിലെ അശുദ്ധി. Third, in her worship. ഇന്ന് ക്രിസ്തീയ ഗോളത്തിലെ അശുദ്ധികളൊക്കെ In the നിലനിൽക്കുക. Christian denominations, all these uncleanness are prevailing. ഒന്ന് വസ്ത്രധാരണത്തിലെ അശുദ്ധി First, in നിലനിൽക്കുന്നു. her apparel. എന്താണ് അശുദ്ധി? What is this അവൾ uncleanness? ധൂമ്രവർണ്ണവും കടുംചുവപ്പ് വസ്ത്രങ്ങളും ധരിക്കുന്നു. She is adorned with purple and scarlet. ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ When we come to the word of God, വസ്ത്രധാരണത്തിന് വളരെ പ്രസക്തിയുണ്ട്. there is much significance to the apparel. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ചു. John used to wear of leather. യേശുക്രിസ്തു മുകൾ തൊട്ടടിയോളം തുന്നലില്ലാത്ത നിലയങ്കി ധരിച്ചു. Jesus had a seamless garment. ദൈവത്തിന്റെ സഭയ്ക്കും വസ്ത്രധാരണത്തിന് പ്രമാണമുണ്ട്. Concerning the bride of Christ also,
there is a concept concerning the ഒന്ന് apparel. ഒന്ന് തിമോഥെയോസ് 2:9 First Timothy 2:9. നിങ്ങൾ യോഗ്യമായ വസ്ത്രം ധരിക്കണം. You should be adorned in ഈ white, ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ചുള്ള വസ്ത്രം ധരിക്കണം. not according to the natures of this world. എന്നാൽ വീടുപോയ ക്രിസ്തീയ വിഭാഗങ്ങൾ എന്താണ് ചെയ്യുന്നത്? But the fallen churches, what do they do? പട്ടും ധൂമ്രവസ്ത്രങ്ങളും ധരിക്കുന്നു. They adorn themselves in purple and scarlet, കടുംചുവപ്പ് വസ്ത്രം ധരിക്കുന്നു. in black, red. ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന നമുക്കറിയാം, In the modern world we know, മിക്കവാറും എല്ലാ പുതിയ വലിയ വലിയ തുണിക്കടകളിലും in all the textile garments, പട്ടുകൾക്ക് വേണ്ടി മാത്രം എന്നൊരു വിഭാഗം തുടങ്ങിയിരിക്കുക. there is a separate section for silk alone. പട്ടുവസ്ത്രങ്ങളുടെ പരസ്യങ്ങൾ കൊണ്ട് പത്രം നിറഞ്ഞിരിക്കുക. And everything, the advertisements concerning മനുഷ്യന്റെ silk. പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. Man is running after it. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ In the gospel according to St. Luke, അവിടെ ധനവാനായ ഒരു മനുഷ്യനെ കുറിച്ച് കാണുന്നു. there was a rich man. അവന് നരകത്തിലേക്ക് പോയി. He was descending into the hell. അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് Concerning him, അവൻ പട്ടും ധൂമ്രവസ്ത്രങ്ങളും ധരിച്ച് he was adorned in purple and scarlet, ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചു. and sumptuously he fared. നമ്മളൊക്കെ ചിന്തിക്കുക അവൻ വലിയ ദുഷ്ടനായിരുന്നെന്ന്. We think he was a wicked man. ഞാൻ ഒരിക്കലും അത് സമ്മതിക്കത്തില്ല. I never agree with it. ഞാൻ ചിന്തിക്കുന്ന ഈ ഭരണിക്കാവിൽ ഇതുപോലൊരു നീതിമാൻ കാണത്തില്ല. I say that in Bharnikau, such a righteous man will not be അവൻ there. അത്ര നീതിമാനായ ഒരു He മനുഷ്യനായിരുന്നു. was a just man. എന്തായിരുന്നു അവന്റെ നീതി What എന്നറിയാം? was his righteousness? അവൻ വലിയ സമ്പന്നനാ. He is a wealthy man. ലാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, There was a man by name Lazarus. കുഷ്ഠരോഗി. He was a leper, നായ്ക്കൾ വന്നവന്റെ വ്രണം നക്കുക. and dogs used to lick off his wounds, ദുർഗന്ധം വമിക്കുന്ന ശരീരം. and the body was emanating. ഈ ധനവാന്റെ പടിപ്പുരയ്ക്കൽ അവൻ He കിടക്കുക. was in the steps of the house of the wealthy man. ഭരണിക്കാവിൽ ഏതെങ്കിലും ധനവാന്മാർ അങ്ങനെ ചെയ്യോ? Will any rich man, wealthy man in Bharnikau do like that? നിങ്ങളുടെ വീടിന്റെ പടിപ്പുരയ്ക്കൽ ഒരു നാറ്റം വമിക്കുന്ന കുഷ്ഠരോഗിയെ കയറ്റി കിടത്തുമോ? Will any leper abide in your doorstep? അവനവന്റെ വീടിന്റെ പടിപ്പുരയ്ക്കൽ ഈ കുഷ്ഠരോഗിയെ He കിടത്തി. is in the doorstep of that house, അവൻ കഴിക്കുന്ന ആഹാരത്തിന്റെ ഒരു പങ്ക് അവന് കൊടുത്തു. and some portion of that food is being given to him. ഈ ലാസർ എന്നും ഈ ധനവാന്റെ ഭക്ഷണത്തിന്റെ ബാക്കി കിട്ടാൻ കാത്തു So കിടക്കുക. Lazarus is waiting to receive the remains. ഇനി പറ, അവൻ നീതിമാനല്ലേ? Is he not a righteous man? അവൻ നീതിമാൻ തന്നെ. He is a righteous പക്ഷെ man. അവൻ മരിച്ചപ്പോൾ പാതാളത്തിലേക്ക് പോയി. But when he died, he went to the grave. എന്താ കാരണമെന്നറിയാം? What is the reason for it? അവന്റെ ആഡംബരമായിരുന്നു കാരണം. Because he fed himself അവൻ sumptuously. പട്ടും ധൂമ്രവസ്ത്രങ്ങളും ധരിച്ച് He was girt in linen and fine purple. യെശയ്യാ 14:11 Isaiah 14:11. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകും. And the pomp and everything will go descend into the hell. ആകയാൽ ദൈവത്തിന്റെ ജനമേ, Oh, people of God, ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു പ്രമാണമുണ്ട്. there is a concept, truth concerning the people of God. ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് ഒരു പ്രമാണമുണ്ട്. There is for its bride also there is a law. സഭാപ്രസംഗം 9:8 In Ecclesiastes 9:8, നിന്റെ വസ്ത്രമെല്ലാം ഇപ്പോഴും വെള്ളയായിരിക്കട്ടെ. let your garments always be നിന്റെ holy. തലയിൽ ഒരിക്കലും എണ്ണ Let your കുറയാതിരിക്കട്ടെ. head lack no ointment. വെളിപ്പാട് പുസ്തകം 3:5 Revelation 3:5. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. To him that overcomes, I will give a white garment. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ഉടുപ്പ് ധരിച്ച് എന്നോട് കൂടെ They shall be നടക്കും. worthy, and they shall walk with me in white. ദൈവസഭയ്ക്ക് ആത്മീയമായ അലങ്കാരങ്ങളുണ്ട്. There is an adornment for the church of Christ. അവന് രക്ഷാവസ്ത്രമുണ്ട്. Their garment of അവന് salvation, നീതിയുടെ അങ്കിയുണ്ട്. the robe of righteousness, അവന് സ്തുതിയുടെ മേലാടയുണ്ട്. the garment of praise. അവന് പൊൻകസുകൊണ്ടുള്ള വസ്ത്രമുണ്ട്. There is the golden ornament, അവന് ചിത്രത്തയ്യലുള്ള വസ്ത്രമുണ്ട്. the garment of needlework, അവന് വെള്ളവസ്ത്രം the വെള്ളയുടുപ്പുണ്ട്. white raiment, ശുഭ്രവും ശുദ്ധവുമായ വിശേഷ and fine വസ്ത്രമുണ്ട്. linen, clean and bright. എന്നാൽ വീടുപോയ ക്രിസ്തീയ വിഭാഗങ്ങളോ But for the fallen denominations, പട്ടും ധൂമ്രവസ്ത്രങ്ങളും ധരിച്ച് it is in purple and scarlet, കടുംചുവപ്പ് വസ്ത്രങ്ങൾ ധരിച്ച് and നടക്കുന്നു. also in bright red. ഇത് കാണുമ്പോ മനസ്സിലാക്കിക്കോ, When you see all these things, ബാബിലോണിന്റെ മ്ലേച്ഛതയാണ്. the abominations of Babylon, തമ്പുരാൻ ന്യായം വിധിക്കും. God is going to judge. കറുത്ത കുതിര പ്രയാണം ചെയ്തു The കഴിഞ്ഞിരിക്കുന്നു. black horse has already gone. എന്റെ ജനമേ, അവിടെ പാപങ്ങളിൽ Oh, ഓഹരിക്കാരാവുന്നത്. my people, be not partaker of her sins. അവളെ വിട്ടു പോരുവീൻ. Come out of her. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, Second, we read, അവൾ പൊന്നും മുത്തുകളും she അണിഞ്ഞിരിക്കുന്നു. also was adorned in gold and in pearls. കേരളത്തിൽ ജീവിക്കുന്ന നമുക്കറിയാം, We who are living in Kerala know. പത്രങ്ങളിലെ മെയിൻ വാർത്തയാ സ്വർണത്തിന്റെ വില കൂടി കുറഞ്ഞു. It is written that the prices of gold has decreased, രാജ്യം അതുകൊണ്ട് ഇടിഞ്ഞു വീടുന്ന രീതിയിലേക്ക് എഴുതി വെക്കുന്നത്. and everything is written clearly in the papers. സ്വർണത്തിന് 4 രൂപ കൂടി 3 രൂപ കുറഞ്ഞു. And the gold, the price has diminished, it has increased, കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം ഓടുകയെ ചെയ്യുന്നത്. and the Christians of Kerala are running after it. ജുവല്ലറികളിൽ നിൽക്കാൻ വയ്യാത്ത തിരക്ക്. And all the jewelry shops, it is having much great business. ഇറങ്ങി വരുമ്പോ വീട്ടിൽ ചെല്ലുമ്പോ കൈ കാണത്തില്ല. And nothing in the hand. വല്ലവനും വെട്ടിക്കൊണ്ട് പോകും. Someone would have taken it away. അകത്ത് നോക്കണം, തലയ്ക്ക് കഴുത്തിന് മേളിൽ തലയുണ്ടോ എന്നുള്ളത്. And above the neck, no head also. യാതൊരു സുരക്ഷിതത്വമില്ല. No preservation. ബൈക്കിൽ വന്ന് പിള്ളേർ തട്ടിക്കൊണ്ട് പോവുകയാണ്. And someone are snatching it away. എന്നിട്ട് സ്വർണത്തിന്റെ പിന്നാലെ ഓടുക. But still running after gold. മുത്തിന്റെ പിന്നാലെ ഓടുക. Running after costly pearls. രത്നങ്ങളെ കൊണ്ട് അലങ്കരിക്കുക. Running after gems. ദൈവമക്കളെ ദൈവത്തിന്റെ സഭയ്ക്ക് അത് പറഞ്ഞിട്ടില്ല. For the children of people of God, it is not mentioned. അത് ബാബിലോണിന്റെ അശുദ്ധി
അശുദ്ധിയാണ്. It is the abomination of അത് Babylon. വീണുപോകുന്ന സഭയുടെ അലങ്കാരമാണ്. This is the adorning of the fallen church. ദൈവത്തിന്റെ സഭയുടെ അലങ്കാരം എന്താണ്? What is the adorning of the church of God? വിശുദ്ധ പത്രോസ് ഇപ്രകാരം പറയുന്നു, St. Peter is mentioning, നിങ്ങളുടെ അലങ്കാരം പുറമേ ഉള്ളതായിരിക്കും. let your adorning be not outwardly, നിങ്ങളുടെ ഹൃദയത്തിന്റെ ശുദ്ധതയാണ് നിങ്ങളുടെ but let it അലങ്കാരം. be the meekness of a quiet heart. വിശുദ്ധ പൗലോസ് ഇപ്രകാരം What പറയുന്നു, does St. Paul say? പൊന്നും മുത്തും വിലയേറിയ രത്നങ്ങൾ കൊണ്ടല്ല നമ്മളെ We അലങ്കരിക്കേണ്ടത്. are not adorned with gold and silver and precious jewels. നമ്മുടെ അകത്ത മനുഷ്യനായിരിക്കണം നമ്മുടെ It is അലങ്കാരം. our inner man which is our adorning. അത് മാത്രമല്ല, Not only this, ആദിമ നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ in the former centuries, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരൊക്കെ ദരിദ്രരായിരുന്നു. all the people, apostles were poor. ഒന്നാമത്തെ പോപ്പായ പത്രോസ് യോഹന്നാനും കൂടെ The first popes, Peter and ആ John, ദേവാലയത്തിലേക്ക് പോകുക. they were going to the temple. ഒരു മുടന്തനായ മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. A man crippled was in the temple പത്രോസിനെ gate, കണ്ടിട്ട് വല്ലതും കിട്ടുമെന്ന് കരുതി കൈ നീട്ടി. and he held out his arms expecting something. പത്രോസ് അവനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, Peter looked unto him, പൊന്നും വെള്ളിയും ഞങ്ങളുടെ പക്കൽ ഇല്ല, silver and gold have I none, ഞങ്ങളുടെ പക്കൽ ഉള്ളത് തരാം. but such as I have give I thee. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് In the നടക്കാം. name of Jesus, അവൻ rise up and walk. സൗഖ്യമുള്ളവനെ എഴുന്നേറ്റ് നടന്നു. He walked there. പത്രോസിന്റെ പക്കൽ പൊന്നില്ലായിരുന്നു. Peter did not have gold. യോഹന്നാന്റെ പക്കൽ പൊന്നും വെള്ളിയും John did ഇല്ലായിരുന്നു. not have gold and silver. ആദിമ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർക്ക് പൊന്നും വെള്ളിയും The first century ഇല്ലാത്തവരായിരുന്നു. saints did not have gold or silver. പൊന്നും വെള്ളിയും അത് ബാബിലോണിന്റെ Gold മ്ലേച്ഛതയാണ്. and silver, the abominations of Babylon. ദൈവത്തിന്റെ സഭയ്ക്ക് അത് പറഞ്ഞിട്ടില്ല. It is not for the church of God. യോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ In the book of Job 22-24 22-24, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, what do we read? നിന്റെ പൊന്നു പൊടിയിലും In that dust നിന്റെ ഓഫീർ തങ്കം and the gold of Ophir, നിന്റെ തോട്ടിലെ കല്ലുകളുടെ ഇടയിൽ വിട്ടുകളക. let it be in the stones of the brook, ഇപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നായിരിക്കും, and the Almighty will be your defense. അവൻ നിനക്ക് വെള്ളി വാളമായിരിക്കും. You will have plenty of silver. അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും. You will then delight in the നീ Almighty, അവനോട് പ്രാർത്ഥിക്കും, and you will lift up your face unto അവൻ Him, നിന്റെ പ്രാർത്ഥന കേൾക്കും. and He shall hear your prayer. സഹോദരി ചിന്തിച്ചു നോക്കല്ലേ, Oh പ്രാർത്ഥന sister, കേൾക്കാത്തത് എന്താ? why your prayers are hindered? നിന്റെ പൊന്നെടുത്ത് തോട്ടിൽ ഇട്ടാട്ടെ, And put your gold in the brook, നിന്റെ ഓഫീർ തങ്കം കല്ലുകളിലേക്ക് and your വലിച്ചെറിഞ്ഞാട്ടെ. gold of Ophir throw it away. ദൈവമായിരിക്കട്ടെ നിന്റെ പൊന്നും വെള്ളിയും, Let God Himself be your gold and silver. അവനായിരിക്കട്ടെ നിന്റെ അലങ്കാരം. Let Him be your adorning. അപ്പോൾ നീ ദൈവത്തിൽ സന്തോഷിക്കും. Then you will rejoice in നീ the Almighty, പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയെ അവൻ കേൾക്കും. and your prayers will be heard. അത് മാത്രവുമല്ല, Not only this, ഈ ബാബിലോണിന്റെ മറ്റൊരു അശുദ്ധിയെ കുറിച്ച് പറഞ്ഞു. another uncleanness of Babylon. അവന്റെ കയ്യിൽ ഒരു മ്ലേച്ഛ നിറഞ്ഞ പാനപാത്രം And പിടിച്ചിരിക്കുന്നു. there was a cup, a vessel in his hand. അത് സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ്. That vessel was made of gold, പക്ഷെ നിറഞ്ഞിരിക്കുന്നത് അശുദ്ധിയാണ്. but full of iniquity. അത് ആരാധനയെ വെളിപ്പെടുത്തി കാണിക്കും. It is worship. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ഒരു വ്യവസ്ഥയുണ്ട്. There is a precept to worship the true God. കർത്തൃമേശ എടുക്കുന്ന ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു പ്രമാണമുണ്ട്. There is a law for the church of God taking the Holy Communion. പൊൻപാത്രത്തിനുള്ളത് അത് ശുദ്ധിയുള്ളവർക്കേ കൊടുക്കാവൂ. And then the gold vessels only for pure ones. പൊൻപാത്രത്തിൽ അശുദ്ധി നിറച്ച് വെക്കരുത്. You should never fill the gold vessels with impurity. പുകവലിക്കുന്നവർക്കും മദ്യപിക്കുന്നവർക്കും കൊടുക്കാനുള്ളതല്ല തിരുവത്താഴം. For smokers and drunkards we do not give Holy Communion. വെറ്റില മുറുക്കുന്നവർക്ക് കൊടുക്കാനുള്ളതല്ല And for തിരുവത്താഴം. the people who are chewing also we do not give. തമ്പുരാൻ തിരുവത്താഴത്തിന് വ്യക്തമായ പ്രമാണം And പറഞ്ഞിട്ടുണ്ട്. God has given certain precepts for the table. അയോഗ്യമായിട്ട് എടുത്താൽ ശിക്ഷാവധി വരുമെന്ന് All പൗലോസ് those who പറയുന്നു. eat unworthily shall be receiving of the damnation of the Lord. തിന്നുകയും ചെയ്യുന്നവൻ വിവേചിക്കാഞ്ഞാൽ ശിക്ഷ കിട്ടുമെന്ന് പറയുന്നു. He who does not eat worthily, he is eating damnation unto himself. വളരെ പരിശുദ്ധിയോടെ എടുക്കേണ്ടതാ You have to തിരുവത്താഴം. take it with utmost holiness. പക്ഷെ വീടുപോയ ക്രിസ്തീയ സമൂഹങ്ങളിൽ എന്ത് But in സംഭവിക്കുന്നു? the fallen Christian denominations, പാത്രം പൊന്നുകൊണ്ടുള്ളതാണ്, the vessel is of gold, പക്ഷെ അകത്ത് നിറഞ്ഞിരിക്കുന്നത് അശുദ്ധി. but inside full of uncleanness. മദ്യപിക്കുന്നവന് തിരുവത്താഴമുണ്ട്, And also for the drunkard, പുകവലിക്കുന്നവന് തിരുവത്താഴമുണ്ട്, also for the one who smokes, ദുർനടപ്പിൽ ജീവിക്കുന്നവന് also തിരുവത്താഴമുണ്ട്, the one who is in fornication, വെറ്റിലമുറുക്കുന്നവന് തിരുവത്താഴമുണ്ട്. also one who is chewing. എന്ന ജനമേ അവിടെ പാപങ്ങളെ വിട്ടു പോരെ. Oh, come out of our sins. അവിടെ അശുദ്ധിയിൽ Be പങ്കാളികളാവരുത്. not partaker of our uncleanness. അവിടെ ബാധകളിൽ Be ഓഹരിക്കാരാവരുത്. not unclean, partaker of our plagues. തമ്പുരാൻ ന്യായം വിധിക്കും. The Lord will judge. അവിടെ ന്യായവിധിയെ വിട്ടു പോരുവീ. Come out of our judgments. ദൈവത്തെ ആരാധിക്കാൻ ഒരു വ്യവസ്ഥയുണ്ട്. There is a precept to worship ദൈവം God. വിശുദ്ധനാണ്. God is holy. ദൈവത്തെ ആരാധിക്കാൻ നീതിയിലും വിശുദ്ധിയിലും We ആരാധിക്കണം. should worship Him in holiness and righteousness. ലൂക്കോസ് 1:74 Luke പറഞ്ഞിട്ടുണ്ട്. 1:74. 2 തിമോഥെയോസ് 1:4 2 Timothy 1:24. നിർമ്മല മനസ്സാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കണം. With an undefiled conscience. എബ്രായർ 9:14 In Hebrews 9:14. യേശുവിന്റെ
പരിശുദ്ധ രക്തം കൊണ്ട് കഴുകിയിട്ട് വേണം ആരാധിക്കുവാൻ. By having been pured by the blood of Jesus Christ, we have to worship. ഫിലിപ്പിയർ 3:3 Philippians 3:3. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൈവത്തെ We have ആരാധിക്കണം. to worship him by the power of the Holy Ghost. ആ ആരാധനയെ സ്വർഗ്ഗം അംഗീകരിക്കത്തുള്ളൂ. And only that worship heaven will accept. നമുക്ക് നമ്മുടെ കണ്ണുകളെ മൂടാം. Shall we close our നാളെ eyes? രാത്രി നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് ചിന്തിക്കാം. Tomorrow night we will meditate the ഇന്ന് remaining രാത്രി portions. നമുക്ക് ബാബിലോണിന്റെ പാപങ്ങളെ വിട്ടു പോരാ. We have to come out of the sins of Babylon. സത്യസഭയിലേക്ക് നമുക്ക് കടന്നു We have വരാം. to come to the true church. നമ്മുടെ വസ്ത്രധാരണം വിശുദ്ധമായിരിക്കട്ടെ. Our adorning it must be holy. നമ്മുടെ അലങ്കാരം വിശുദ്ധമായിരിക്കട്ടെ. Our adorning must be holy. നമ്മുടെ ആരാധന Our വിശുദ്ധമായിരിക്കട്ടെ. worship must be holy. നമ്മുടെ മനസാക്ഷി Our വിശുദ്ധമായിരിക്കട്ടെ. conscience must be holy. ആത്മാവിൽ ആരാധിക്കുന്നവരെ We have to be worshipping in spirit. ആത്മാവിൽ ആരാധിക്കുന്നിടത്ത് വിടുതലുണ്ട്. And when we worship in spirit, there is liberty. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ സഭയെ ചേർക്കുവാൻ യേശു വരും. And God is going to gather up that church. ക്രിസ്തുവിന്റെ സഭയുടെ കാന്തനാകുന്നു ക്രിസ്തു. Christ is the bridegroom of the church. ദൈവസഭ ക്രിസ്തുവിന്റെ മണവാട്ടി. And Christ church is the bride of Christ. ആകയാൽ നമുക്ക് ഒരുങ്ങാം. Shall we prepare ourselves? നമ്മുടെ യേശു വരാറായി. Our Jesus is coming soon. ഇന്ന് രാത്രി എത്ര പേർ യേശുവിനെ കാത്തിരിക്കുന്നു? How many of you are waiting for നീ Jesus? ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന നിർമ്മല കന്യകയോ Are you that undefiled virgin preparing for Jesus? അതോ എതിർ ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന വീണുപോയ സഭയോ? Or that fallen church preparing for Antichrist? നിന്റെ ആത്മീയ ജീവിതത്തിന് നിലവാരം അങ്ങനെയുണ്ട്. What is the standard of your spiritual life? ഒരു നിമിഷം നിന്നിലേക്ക് തിരിഞ്ഞു നോക്കുക. Consider your own self. അന്യമായതെല്ലാം നീക്കിക്കളക. Remove everything unwanted. മനസാക്ഷിയെ ശുദ്ധീകരിക്കുക. Purify your conscience. യേശു നമ്മുടെ നടുവിലുണ്ട്. Jesus is our now made. അവന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കും. His blood is sanctifying നമ്മുടെ us. യേശു വരാറായി. Our Jesus is coming soon. മക്കളുടെ ഹൃദയത്തിൽ പ്രത്യാശയുണ്ട്. How many have this hope? പ്രത്യാശയുള്ള ദൈവമക്കൾ കണ്ണുകളെ മൂടിയാ. Shall we close our eyes? മുഴങ്കാലുകളെ മടക്കി. Shall we be on our നമ്മുടെ knees? യേശു വരാറായി. Our Jesus is നമ്മൾ coming soon. രൂപാന്തരപ്പെട്ട കർത്താവിന്റെ സന്നിധിയിൽ And we ചേരാറായി. are going to be gathered in the presence of the നമ്മുടെ Lord. മണവാളനോട് നാം ഒന്നായി And we'll be തീരാറായി. one with the bridegroom. പ്രത്യാശ നമുക്ക് പുതുക്കാം. Shall we renew our hope? നമുക്ക് ആത്മാവിൽ ആരാധിക്കാം. Shall we worship in the spirit? നീതിയിൽ ആരാധിക്കാം. Shall we worship in righteousness? വിശുദ്ധിയിൽ ആരാധിക്കാം. Shall we worship in holiness? ആ താമ്ര പർവ്വതത്തിലേക്ക് Shall we ഓടിച്ചെല്ലാം run to that mountain of brass? അവന്റെ കൃപയിൽ നമുക്ക് Shall ആശ്രയിക്കാം. we trust in His grace? അവന്റെ കരുണയിൽ Shall we ആശ്രയിക്കാം. trust in His mercy? കർത്താവേ, എന്നോട് കൃപ O കാണിക്കണം. Lord, be gracious unto me. കർത്താവേ, എന്നോട് കരുണ O കാണിക്കണം. Lord, be merciful unto me. രാത്രി അവൻ നിന്നെ സൗഖ്യമാക്കും. Now He's healing ഇന്ന് you. രാത്രി അവൻ നിന്നെ ശുദ്ധീകരിക്കും. This night He will purify you. രാത്രി അവൻ നിന്നെ ശുദ്ധീകരിക്കും. He will cleanse you. പാപങ്ങളെ കഴുകി കളയും. He will wash away your sins. അവന്റെ മനസ്സാക്ഷി അവൻ He ശുദ്ധീകരിക്കും. will purify your conscience. വരവിന് വേണ്ടി നിന്നെ ഒരുക്കും. Go prepare yourself for His coming. രക്ഷിക്കപ്പെട്ടത് അവന്റെ കൃപ. And you are saved by His grace. നീതീകരിക്കപ്പെട്ടത് അവന്റെ കൃപ. Justified by His grace. ഇന്നുവരെ നിലനിൽക്കുന്ന അവന്റെ കൃപ. Preserved till they die by His അവന്റെ grace. വരവിൽ ആ കൃപ നിന്നിൽ വെളിപ്പെടും. And when He's coming, that grace will be ആ കൃപ നിന്നെ revealed. രൂപാന്തരപ്പെടുത്തും. And that grace will transform you. ഒരുക്കി കൊടുത്താട്ടെ. And let it prepare you. കൃപയിൽ ആശ്രയിക്കുവിൻ. Oh, trust in His grace.